ആദ്യം എന്തുവായിരുന്നു? ആദ്യം ഇപ്പം നമ്മൾ പറഞ്ഞത് ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ശരി, അപ്പോൾ എന്താണ് ആദ്യം പറയുന്നത്? അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു ടോപ്പിക് കിട്ടുന്നത് സ്പീക്കിങ്ങിന്, IELTS എക്സാമിന്. അപ്പം ഡിസ്ക്രൈബ് അബൌട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അതിൽ എന്നിട്ട് എന്താ പറഞ്ഞു? യു ഷുഡ് സേ. അപ്പം ആദ്യം നമ്മളടുത്ത് പറയുന്നു, ഒരു ടോപ്പിക്ക് പറയുകയാണ്. എന്താണ്? ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ചാണ്. ഡിസ്ക്രൈബ് അബൌട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് പറയുന്നത്? അതിൽ പറയണം യു ഷുഡ് സേ. നിങ്ങൾ പറയേണ്ടത് എന്തൊക്കെയാണ്? നിങ്ങൾ പറയേണ്ടതിൽ ആദ്യത്തെ നമ്മുടെ ബുള്ളറ്റ് പോയിന്റ് എന്താണ്? ആദ്യത്തെ ബുള്ളറ്റ് പോയിന്റ്, ഹൂ ഈസ് ദ ഫ്രണ്ട്? ആരാണ് നിങ്ങളുടെ ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പേര് വേണ്ടേ ആദ്യം? ശരി, നെയിം. അതായത് ഹൂ ഈസ് യുവർ ഫ്രണ്ട്. ശരി, അടുത്തതാ വെൻ ഡിഡ് യു ഫസ്റ്റ് മീറ്റ്? മെറ്റ് അല്ലേ? നമ്മൾ എപ്പോഴാണ് ആദ്യം മീറ്റ് ചെയ്തത്? ആദ്യം മീറ്റ് ചെയ്ത് രണ്ടാമത്തെ ബുള്ളറ്റ് പോയിന്റ്. മൂന്നാമത്തെയോ? വാട്ട് ആർ യുവർ ഫേവറേറ്റ് മെമ്മറീസ്? നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മെമ്മറീസ് എന്തൊക്കെയാണ്? പിന്നെ and explain why you chose him or her as your best friend. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? 4 കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ 4 കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് തന്നിട്ട് അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ 4 കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞു? നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ, വായിക്കണ്ട, ആദ്യം ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ആദ്യം എന്ത് വേണം? ഇൻട്രൊഡക്ഷൻ. അതല്ല, നമ്മൾ ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കും. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഡയറക്റ്റ് ആൻസർ കൊടുക്കണം. നമ്മൾ വാട്ട് ടു സ്പീക്കിൽ പറഞ്ഞ ആദ്യം ഇപ്പം എന്താണ്, ഹൂ ഈസ് യുവർ ഫ്രണ്ട് അല്ലേ? ഹൂ ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട്? ആദ്യം ഒരു ഡയറക്റ്റ് ആൻസർ കൊടുക്കണം. വേണമെങ്കിൽ അതിന് പകരം അതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ സെന്റൻസ് നമുക്ക് കൊടുക്കാം അല്ലേ? ഫ്രണ്ട്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ എവരിബഡീസ് ലൈഫ്. ജനറൽ കാര്യമാണ് ഇൻട്രൊഡക്ഷൻ സെന്റൻസ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് എന്ന് പറയാം, അല്ലെങ്കിൽ ദ നെയിം ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതാണ് ആദ്യം ഡയറക്റ്റ് ആൻസർ കൊടുത്തത്. രണ്ടാമത് എന്താണ് പറയേണ്ടത്? സപ്പോർട്ടിങ് സെന്റൻസ്. അപ്പോൾ ആദ്യം ഒരു ഡയറക്റ്റ് ആൻസർ നമ്മൾ കൊടുത്തു, അതിനുശേഷം നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? സപ്പോർട്ടിങ് സെന്റൻസ്. സപ്പോർട്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്? സപ്പോർട്ടിങ് എന്ന് പറയുമ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിരിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതല്ല, നമ്മൾ 3 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലേ? സപ്പോർട്ടിങ് സെന്റൻസ്. ഇപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് സപ്പോർട്ടിങ് സെന്റൻസ് പറയാം. നിങ്ങൾക്ക് അറിഞ്ഞു എന്ത് സപ്പോർട്ടിങ് സെന്റൻസ് ആയിരിക്കും? നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? എന്തായിരിക്കാം സപ്പോർട്ടിങ് സെന്റൻസ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ സംഭവത്തിന്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടിങ് സെന്റൻസ് ആണ് വാട്ട്. വാട്ട് എന്ന് വെച്ചാൽ എന്താണ്? അഡീഷണൽ ഇൻഫർമേഷൻ. നമുക്ക് എന്ത് കാര്യത്തിനെ കുറിച്ചും കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കാം. വാട്ട്. രണ്ടാമത്തെ എന്താണ്? വൈ. വൈ എന്ന് വെച്ചാൽ എന്താണ്? റീസൺ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്? എന്താണ് നിങ്ങളുടെ റീസൺ? മൂന്നാമത്തത് ഹൗ. ഹൗ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രോസസ്സ് പറയുകയാണ്. പ്രോസസ്സ് പറയുമ്പോൾ നമുക്ക് ഹൗ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനോ നമുക്ക് യൂസ് ചെയ്ത് സപ്പോർട്ടിങ് സെന്റൻസ് പറയാം. ക്ലിയർ ആണോ? അപ്പം ആദ്യം നമ്മൾ ഡയറക്റ്റ് ആൻസർ കൊടുത്തു. മോൻ്റെ ഡയറക്റ്റ് ആൻസർ എന്തായിരുന്നു? വായിച്ചേ. എണീറ്റ് നമ്മുടെ ബോഡി ലാംഗ്വേജ് കേൾക്ക്. അതെ, നേരെ തലയൊക്കെ പോക്ക്. പറ. വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് സ്വരാജ്. അപ്പം ഡയറക്റ്റ് ആൻസർ കൊടുത്തു. അടുത്തത്, he has been my closest friend childhood and even now we are still close to each other. അപ്പോൾ അതെന്താണ്? സപ്പോർട്ടിങ് ആൻസർ, സപ്പോർട്ടിങ് സെൻസ്. അത് എന്താണ്? സപ്പോർട്ടിങ് ആൻസറിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് പുള്ളി ആൻസർ ചെയ്തത്? ഹൗ, എങ്ങനെ ഫ്രണ്ടായി എന്നുള്ളതല്ലേ? എങ്ങനെ ഫ്രണ്ടായി എന്നുള്ളതല്ലല്ലോ. പിന്നെ വാട്ട്. എല്ലാത്തിലും പറയാൻ പറ്റുന്ന എന്താണ്? എന്നെ പറയാണ്, ഫ്രണ്ടിന്റെ പേര് പറഞ്ഞു. ചൈൽഡ്ഹുഡ് തൊട്ടേ എൻ്റെ ഫ്രണ്ടാണ്. അതെന്ന് വെച്ചാൽ കൂടുതൽ ഇൻഫർമേഷൻ അല്ലേ? ചൈൽഡ്ഹുഡ് തൊട്ടേ എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്, ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് വലിയ സംശയമുണ്ട്, ഫ്രണ്ടാണോ? ശരി, അടുത്ത സപ്പോർട്ടിങ് സെൻസ് എന്താണ്? അത് കഴിഞ്ഞിട്ട്
അതൊരു രണ്ട് സപ്പോർട്ടിംഗ് സെന്റൻസ് പറയാം. ഇതിൽ ഒരു സപ്പോർട്ടിംഗ് ഇത് കുറച്ച് ലോങ് സെന്റൻസ് ആയിട്ട് ഒരെണ്ണം പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം പറയണം മിനിമം. അടുത്തത് എന്താണ്? ഫസ്റ്റ് മീറ്റ് ചെയ്ത് എപ്പോഴാണ്? സ്കൂളിൽ ആദ്യം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ അടുത്ത സപ്പോർട്ടിംഗ് സെന്റൻസ് എന്താണ്? അത് മെമ്മറി അല്ലേ? അപ്പൊ അതില് സപ്പോർട്ടിങ് പറയാനുണ്ട്. അതിനകത്ത് എന്താണ്? ഫേവറേറ്റ് മെമ്മറീസ് ആണ്. മെമ്മറീസിൽ എന്താണ്? അപ്പൊ മെമ്മറീസ് പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മള് ആദ്യം ഡയറക്റ്റ് ആയിട്ട് പറയണം, മൈ ഫേവറേറ്റ് മെമ്മറി. നമുക്ക് അറിയണം ആൾക്കാർക്ക്. അപ്പം അല്ലെങ്കിൽ അറിയാൻ പറ്റും കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഡ്യൂറിങ് ദി ഇന്റർവൽ ബ്രേക്ക് ഹി ഷെയർസ് ഹിസ് സ്നാക്ക്. ഫുഡാണ് പ്രശ്നം അല്ലേ? ഹി ഷെയർസ് അല്ല, ഷെയർഡ്. He shares his snacks to me daily. Daily. And he start to talk to daily. And from that day onwards, നല്ല ഫുഡ് തന്നു, അങ്ങനെ ഫ്രണ്ട് ആക്കി അല്ലേ? ശരി, അടുത്തത്. We have many favorite memories together from our school days. We used to play games during lunch breaks. Especially I remember as annual play sports. Okay. അത് അവസാനം എന്താണ്? We explain. We always supported each other. I chose him as my best friend because he always stands with me. എന്താണ്? റീസൺസ് ആണ്. വൈ ഹി ചൂസ് ഹിം ആസ് ഹിസ് ബെസ്റ്റ്. ക്ലിയർ ആണോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതോ